ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാഡറ്റ് സൈക്കോളജിയുടെ ഒരു ടോപ്പിക്കാണ്. ഇത് പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചലഞ്ചസ് ആൻഡ് റെമഡീസ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ കാഡറ്റ് സെക്ഷൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ എക്സാം അടുക്കാറായതിന് കുറച്ച് ദിവസങ്ങൾ കൂടി ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇത് നമ്മളുടെ ഈ പ്രാവശ്യത്തെ ലാസ്റ്റ് ടോപ്പിക് വീഡിയോ ആണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന PYQs ആയിരിക്കും. ഓക്കെ, കാഡറ്റിൻ്റെ കഴിഞ്ഞ എക്സാംസിലോ ഒക്കെ ചോദിച്ചിട്ടുള്ള PYQs നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതായിരിക്കും ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് അടുത്ത ദിവസം തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ വീഡിയോസ് അറേഞ്ച് ചെയ്യാം. അത് എക്സാം വരെ. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ഉള്ളൂ. അപ്പോൾ ഇനി പ്രിപ്പറേഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ തന്നെ അറിയാൻ മേലാത്ത ടോപ്പിക്സ് നോക്കുക. അതുപോലെ ഒരു റിവിഷനുള്ള ടൈമാണിത്. കൂടുതൽ PYQs ഒക്കെ നോക്കുക. കാരണം ഈ പ്രാവശ്യം നമ്മൾ PYQs ഒത്തിരി ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഓരോ ദിവസം തന്നെ ടോപ്പിക് വൈസ് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത എക്സാം ആകുമ്പോഴത്തേനും കുറച്ചുകൂടി PYQs ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ട്. ഓക്കെ, സോ എനിവേയ്സ് നമ്മളുടെ പ്ലേലിസ്റ്റിൽ PYQs നേരത്തെ കഴിഞ്ഞ എക്സാംസിൻ്റെ ഒക്കെ കിടപ്പുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മറ്റ് ചാനൽസ് കൂടി നോക്കുക. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ്, ചലഞ്ചസ് ആൻഡ് റെമഡീസ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ കേട്ടറ്റിൻ്റെ സിലബസിൽ നോക്കുമ്പം ഇത്രയും പ്രോബ്ലംസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഐഡൻറ്റിറ്റി ക്രൈസിസ്, അണ്ടർ അച്ചീവ്മെൻറ്റ്, പീർ പ്രഷർ, സബ്സ്റ്റൻസ് അബ്യൂസ്, ഡെലിക്വൻസി, ഹെൽത്ത് പ്രോബ്ലംസ്, അഡ്ജസൻറ്റ് മെക്കാനിസംസ്. ഇതെന്തൊക്കെയാണ്, ഇതിൻ്റെ റെമഡീസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് ഐഡൻറ്റിറ്റി ക്രൈസിസ്, ചലഞ്ചസ് ആൻഡ് റെമഡീസ്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് ചലഞ്ച്. അഡോളസൻറ്റ് മേ എക്സ്പീരിയൻസ് കൺഫ്യൂഷൻ അബൌട്ട് ദെയർ വാല്യൂസ്, ബിലീഫ്സ് ആൻഡ് ഐഡൻറ്റിറ്റി. കാരണം എന്താ, അഡോളസൻസ് ഏജിലുള്ളവർക്ക് ഒരു ഐഡൻറ്റിറ്റിയെക്കുറിച്ച് തന്നെ എപ്പോഴും അവർ ചിന്തിക്കുന്നവരാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു കൺഫ്യൂഷൻ അവരുടെ മൈൻഡിലുണ്ട്, വാല്യൂസ് ബിലീഫ്സിനെ കുറിച്ചൊക്കെ. ഓക്കെ, അതാണ് ഐഡൻറ്റിറ്റി ക്രൈസിസിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ചലഞ്ച് അതാണ്, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ക്രൈസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നു അതാണ്. ഇതിൻ്റെ റെമഡി എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്നത് വഴി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ സെൽഫ് എക്സ്പ്ലോറേഷനുള്ള അവസരം കിട്ടും. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിൽ നമ്മുടെ വാല്യൂസ് ബിലീഫ്സൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ തെറാപ്പി, കൗൺസിലിങ് ഇതും ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ റോൾ മോഡൽസ്, മെൻറ്റേഴ്സിൽ നിന്നുള്ള ഗൈഡൻസ് ഒക്കെ, അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് കിട്ടുക ഈ ഒരു ടൈമിൽ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കൺഫ്യൂഷൻ അബൌട്ട് ദ വാല്യൂസ്, ബിലീഫ്സ് ആൻഡ് ഐഡൻറ്റിറ്റി. അതിൻ്റെ റെമഡീസാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഈ നോട്ട്സ് നമ്മൾ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അണ്ടർ അച്ചീവ്മെൻ്റ് ആണ്. ഓക്കെ, അണ്ടർ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് സച്ചസ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ലേണിംഗ് ഡിസബിലിറ്റീസ് വരാം, അക്കാഡമിക് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ അച്ചീവ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചിലപ്പം നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും, പക്ഷേ ഒരു അച്ചീവ്മെൻറ്റ് ലെവലിൽ നോക്കുമ്പോൾ അച്ചീവ്മെൻറ്റ്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഓക്കെ, ചില സ്റ്റുഡൻസ് ക്ലാസ്സിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ്, പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അവരുടെ അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അതാണ് ഈ അണ്ടർ അച്ചീവ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പം ലാക്ക് ഓഫ് മോട്ടിവേഷൻ കൊണ്ടാവാം, ലേണിംഗ് ഡിസബിലിറ്റി കാരണമാവാം, അല്ലെങ്കിൽ അക്കാഡമിക് പ്രഷർ കാരണമാവാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ റെമഡി എന്ന് പറയുന്നത് പേഴ്സണലൈസ്ഡ് സ്ട്രാറ്റജീസാണ്, അല്ലെങ്കിൽ ലേണിംഗ് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുക എന്നതാണ്. പിന്നെ ഇൻഡിവിജ്വലിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് സ്കൂളിൽ കൊടുക്കുക. ഓക്കെ, പിന്നെ അക്കാഡമിക് സപ്പോർട്ട് ത്രൂ ട്യൂട്ടറിങ് ഓർ മെൻറ്ററിങ് പ്രോഗ്രാംസിലൂടെ കൂടുതൽ അക്കാഡമിക് സപ്പോർട്ട് കൊടുക്കുക. പിന്നെ ഒരു ഗോൾ സെറ്റിംഗ് അല്ലെങ്കിൽ ഗോൾ ഓറിയൻറ്റഡ് ആവാൻ കുറച്ച് എൻകറേജ് ചെയ്യുക. പിന്നെ ചെറിയ സക്സസ് പോലും സെലിബ്രേറ്റ് ചെയ്യാൻ അവരെ പഠിപ്പിക്കുക. പിന്നെ ബൂസ്റ്റ് മോട്ടിവേഷൻ ആൻഡ് കോൺഫിഡൻസ്. ഇതൊക്കെയാണ് ഇതിൻ്റെ റെമഡീസായിട്ട് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പീർ പ്രഷറാണ്. എന്ന് വെച്ചാൽ ഫ്രണ്ട്സിൽ നിന്നുള്ള ഒരു പ്രഷർ. അഡോളസൻറ്റ് മേ ഫേസ് പ്രഷർ ഫ്രം പീർസ് ടു കൺഫോം ടു സോഷ്യൽ നോംസ്, എൻഗേജ് ഇൻ റിസ്കി ബിഹേവിയേഴ്സ്. നമുക്കറിയാം ഈ റിസ്കി ബിഹേവിയേഴ്സിലൊക്കെ എൻഗേജ്ഡ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് പീർ പ്രഷറാണ്. അപ്പോൾ ഇതിൻ്റെ റെമഡി എന്ന് പറയുന്നത് ഓക്കെ, അതായത് ടീച്ച് സ്കിൽസ് ടു ഹെൽപ്പ് അഡോളസൻറ്റ് കോൺഫിഡൻഷ്യലി എക്സ്പ്രസ് ദെയർ ഓൺ വാല്യൂസ് ആൻഡ് ബൗണ്ടറീസ്. അതായത് വാല്യൂസ്, ബൗണ്ടറീസ് ഇതിനെ തിരിച്ചറിയാനുള്ള ഒരു സ്കിൽ അഡോളസൻസിന് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പീർ ഇൻട്രാക്ഷൻ എഫക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, ഇതുപോലെയുള്ള റിസ്ക് ബിഹേവിയേഴ്സിലേക്ക് പോകാതിരിക്കാൻ കൂടി നോക്കണം. അതൊക്കെയാണ് റെമഡീസ്. പിന്നെ ഒരു പോസിറ്റീവ് പീർ ഗ്രൂപ്പ്സിൽ ഇൻവോൾവ് ആവാൻ ശ്രമിക്കുക. ഓക്കെ,
നെക്സ്റ്റ് എന്ന് പറയുന്നത് സബ്സ്റ്റൻസ് അബ്യൂസ് ആണ്. ഇതിനകത്ത് ഡ്രഗ് ആൽക്കഹോൾ തുടങ്ങിയതൊക്കെ വരും. അഡിക്ഷൻ, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ നമുക്കറിയാമല്ലോ, അതിൻ്റെ റെമഡിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അതിൻ്റെ റിസ്ക് എത്രമാത്രം ഉണ്ട് എന്ന് കുട്ടികൾക്ക് ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കുക. അതിന് സ്കൂൾ പ്രോഗ്രാംസ് ആവാം, കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് ആവാം, പിന്നെ പാരൻ്റൽ ഇൻവോൾവ്മെൻ്റ് ആവാം. ഇതൊക്കെ വഴി സപ്പോർട്ട് ചെയ്യുക അവരെ. അതുപോലെ തന്നെ ഇതിപ്പം ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് പ്രോപ്പറായിട്ടുള്ള കൗൺസിലിങ് ഒക്കെ കൊടുക്കുക. ഓക്കെ, അവരെ കൂടി നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ ഒരു സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, ഓപ്പൺ കമ്മ്യൂണിക്കേഷനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ റെമഡീസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഡെലിക്വൻസി, മീൻസ് ക്രൈംസ് ആണ്. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഫാമിലി ഡിസ്ഫങ്ഷൻ ആവാം, പീർ ഇൻഫ്ലുവൻസ് ആവാം, അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് ഡിസ്പാരിറ്റീസ്. ഇതൊക്കെ ഒരു ക്രിമിനൽ ബിഹേവിയറിന് കാരണമാകും. ഇതിൻ്റെ റെമഡീസ് എന്ന് പറയുന്നത് ഫാമിലി കോൺഫ്ലിക്റ്റ്, അക്കാഡമിക് ഫെയിലിയർ, സബ്സ്റ്റൻസ് അബ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനെ എങ്ങനെ പോസിറ്റീവായിട്ട് ഇതിനെ നേരിടാം എന്ന ഒരു സ്കില്ല് കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഫെയിലിയറിനെ എങ്ങനെ നേരിടാം, അതിനുള്ള ഒരു സ്കില്ല് കുട്ടികൾക്കുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ക്രൈംസിലേക്കൊന്നും പോകത്തില്ല. അപ്പോൾ ഇതിന് മെൻറ്ററിങ് പ്രോഗ്രാംസ് ആവാം, കൗൺസിലിംഗ് ആവാം. ഓക്കെ, അതുപോലെ തന്നെ അവരെ കൂടുതൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുവരിക. അതുപോലെ ഇതുപോലെയുള്ള ബിഹേവിയേഴ്സിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹെൽത്ത് പ്രോബ്ലംസ് ആണ്. കാരണം നമുക്കറിയാം അഡോളസൻസ് എന്ന് പറയുന്നത് വളരെ ഒരു ചേഞ്ചിൻ്റെ പ്രായമാണ്. മീൻസ് ഫിസിക്കൽ ആണെങ്കിലും മെൻ്റൽ ആണെങ്കിലും. അപ്പോൾ പല രീതിയിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ്, ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, ഇൽനെസ്, പിന്നെ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ലൈക്ക് ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു ടൈം കൂടിയാണിത്. അപ്പോൾ അതിൻ്റെ റെമഡി എന്ന് പറയുന്നത്, ഇപ്പോൾ ഹെൽത്തിൻ്റെ കാര്യമാണെങ്കിൽ നമുക്ക് റെഗുലർ ഹെൽത്ത് ചെക്കപ്പ് വഴിയൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഫിസിക്കൽ ഹെൽത്തൊക്കെ മോണിറ്റർ ചെയ്യുന്ന വഴി. പിന്നെ അതല്ലാതെ ഇപ്പോൾ മെൻ്റലി ആണെങ്കിൽ തെറാപ്പി, കൗൺസിലിംഗ് തുടങ്ങിയ മെത്തേഡ്സൊക്കെ അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ എങ്ങനെ ഒരു നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് അഡോളസൻസിന് ഒരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ റെമഡീസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ആണ് അഡ്ജസൻറ്റ് മെക്കാനിസംസ്. അടുത്ത ഒരു പ്രോബ്ലമാണ് അഡ്ജസൻറ്റ് മെക്കാനിസംസ്. അതായത് അഡോളസൻസ് എപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ടു അഡ്ജസ്റ്റ് ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ചേഞ്ചസ്. കാരണം അഡോളസൻസ് എന്ന് പറയുന്നത് ഈ ചേഞ്ചസിൻ്റെ ഒക്കെ ഒരു ടൈമാണ്. ഫിസിക്കലി, ഇമോഷണലി, സോഷ്യലി ചേഞ്ചസ് നടക്കുന്ന ഒരു പ്രായമാണ്. അപ്പോൾ ഇതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാം. അപ്പോൾ അതൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഇതൊരു കൺഫ്യൂഷനിലേക്ക്, ആങ്സൈറ്റിയിലേക്ക്, ലോൺലിനെസ്സിലേക്കൊക്കെ നയിക്കാം. ലോൺലിനെസ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇതിൻ്റെ റെമഡീസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഫാമിലി, ഫ്രണ്ട്സായിട്ടൊക്കെ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരിൽ നിന്നൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. പിന്നെ ഗൈഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുക. ഹോബീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. പിന്നെ സ്പോർട്സ്, പിന്നെ കോൺഫിഡൻസ്, സോഷ്യൽ സ്കിൽസൊക്കെ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ ഇതിൻ്റെ ഒരു റെമഡീസാണ്. ഓക്കെ, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക തുടങ്ങിയവയൊക്കെയാണ് ഇതിൻ്റെ റെമഡീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു. അവിടെ ഈ പ്രോബ്ലംസിലൊക്കെ സപ്പോർട്ട്, എഡ്യൂക്കേഷൻ വഴിയൊക്കെ നമുക്കിതിനെ ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഈ വീഡിയോയിൽ മെയിൻ ടോപ്പിക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ് ആണ്. മെയിനായിട്ട് ഐഡൻറ്റിറ്റി ക്രൈസിസ്, അണ്ടർ അച്ചീവ്മെൻറ്റ്, പിയർ പ്രഷർ, സബ്സ്റ്റൻസ് അബ്യൂസ്, ഡെലിക്വൻസി, ഹെൽത്ത് പ്രോബ്ലംസ്, അഡ്ജസൻറ്റ് മെക്കാനിസംസ്. ഇത്രയൊക്കെയാണ് നമ്മളുടെ സിലബസ് ബേസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണ്ടി വരുമെങ്കിൽ നമ്മൾ വീഡിയോസ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ഈ എക്സാമിന് വേണ്ടിയുള്ള നമ്മുടെ ടോപ്പിക് ബേസ് വീഡിയോസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി കുറച്ച് PYQs ഡിസ്കസ് ചെയ്യണം. സോ ഗായ്സ്, സീ യു ഇൻ ദ नेक्स्ट, तब तक के लिए ओके बाय.